കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ സൈന്യം വെടിയുതിർത്തിരുന്നു. തുടർന്ന് ഇന്ത്യ ഒരു വലിയ പ്രതിഷേധവും മുന്നറിയിപ്പും നൽകുകയും ചെയ്തിരുന്നു. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് ഇറാന്റെ സ്ഥാനപതി അറിയിച്ചത്. അതിനുശേഷം ഇപ്പോൾ വരുന്ന വാർത്ത, അമേരിക്കയുടെ ഉപരോധവും മറികടന്നുകൊണ്ട് ഇറാന്റെ ഒരു കപ്പൽ ജോഷ 2 ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഈ ഉപരോധം മറികടന്ന് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പലതരം അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. ഇത് അതിന്റെ ഈ യാത്ര ചെയ്യുന്ന ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ് ഈ യാത്ര നടത്തിയതെന്ന് പറയുന്നത്. ഏതായാലും ബന്ദർ അബ്ബാസിനടുത്തുള്ള ഷാഹിദ് രാജി എന്ന് പറയുന്ന തുറമുഖത്തിന്റെ നിന്നാണ് ഈ കപ്പൽ നീങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ കണ്ടല തുറമുഖത്തേക്കാണ് ഈ കപ്പൽ എത്തുന്നത്. ഏതായാലും ഈ കപ്പൽ ക്രൂഡോയിലാണ് ഉള്ളത്. ഏതായാലും ഈ ഉപരോധം മറികടന്ന് ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ വലിയ വാർത്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യൻ കപ്പലിൽ നേർക്ക് നടന്ന വെടി വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചവർ ഈ വാർത്തയും കാണുന്നുണ്ടായിരിക്കും. ഏതായാലും വലിയ ത്യാഗം സഹിച്ചു തന്നെയാണ് നമ്മുടെ രാജ്യം ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ പല രാജ്യങ്ങളും എണ്ണയ്ക്ക് വില കൂട്ടിയപ്പോഴും ഈ രാജ്യത്തെ വില കൂടാതെ കാത്തുരക്ഷിക്കാനായി ഇത്തരം സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ കൂടെ ജീവൻ പണയം വെച്ചും ഈ എണ്ണ ടാങ്കറുകൾ ഇവിടെ എത്തിക്കുന്ന നമ്മുടെ നാവികരടക്കമുള്ളവർക്ക് ഐക്യദാർഢ്യമാണ് പ്രഖ്യാപിക്കേണ്ടത്. പകരം അവർക്ക് വെടിയേൽക്കുമ്പോൾ ആഹ്ലാദിക്കുകയല്ല വേണ്ടതെന്നും കൂടി ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.